ആദ്യ വാർത്ത, പ്രധാനപ്പെട്ട വാർത്തയും അത് തന്നെയാണ്. ഇന്ന് ഇപ്പോ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിരുന്നു. അവരുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. അതെ, രാവിലെ പോലീസ് ആസ്ഥാനത്താണ് ഈ യോഗം നടക്കുക. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര താരം നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക സംഘത്തിന് കൈമാറും. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ തുടർ നടപടിയിലേക്ക് പ്രത്യേക സംഘം നീങ്ങും. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ സംഘത്തിന് മുന്നിൽ എത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം നേരത്തെ ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവരിൽ പലർക്കും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പേരുകൾ വെളിപ്പെട്ടാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇതിന് കാരണം. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷ് ആണ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ 4 വനിതാ IPS ഉദ്യോഗസ്ഥരുമുണ്ട്. ഏതായാലും ഇന്നലെ മിനു എന്ന നടി അല്ലെ, മിനു മുനീർ എന്ന നടി ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതും പ്രമുഖരായ 6 പേർക്കെതിരെയാണ്. അവരും ഇന്ന് കൊച്ചിയിൽ പരാതി നൽകും എന്ന് നമ്മളോട് രാവിലെ സൂചന നൽകിയ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം പ്രൈം ഡിബേറ്റിൽ അതിഥിയായി എത്തിയപ്പോഴാണ് പരാതി നൽകും എന്നുള്ളത് വ്യക്തമാക്കിയത്, നിലപാട് വ്യക്തമാക്കിയത്. അതെ, നമുക്ക് നവമി ദിനേശ് അവിടെയുണ്ട്. സിനിമാ മേഖലയിലെ സിനിമാക്കാരുമായൊക്കെ എപ്പോഴും ഒരു കോണ്ടാക്ട് ഉള്ള ആളാണ് നവമി. നമുക്ക് ആദ്യം തന്നെ ഈ സിനിമാ മേഖലയിൽ വല്ലാത്തൊരു അമ്പരപ്പ് ഉണ്ടായിട്ടുണ്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം? ഓരോരുത്തരും സിനിമാക്കാരൊരു പക്ഷെ രാവിലെ ഞെട്ടിയായിരിക്കും ഉണരുന്നത്. ആർക്കെതിരെയാണ് ഇന്ന് പരാതി, ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവരൊക്കെ പേടിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകൾ പലരും അത്ര സുഖകരമായില്ല അവരുടെ മോർണിംഗ് ഒന്നും, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട നടന്മാരോടൊക്കെ ഇത്തരത്തിൽ പ്രതികരണം ആരായുമ്പോൾ അവർ പറയുന്നത് പ്രതികരിക്കാം, നോക്കട്ടെ, ഞങ്ങൾക്ക് തീരുമാനിക്കണം, ഞങ്ങൾക്ക് യോഗം ചേരണം, അങ്ങനെ പല പല ന്യായങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലപ്പോൾ അവർക്കുമൊക്കെ ഭയം ഉണ്ടാകും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തങ്ങളുടെ പേരുണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് തങ്ങളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ധൈര്യമായി വന്ന് നിലപാട് പ്രഖ്യാപിക്കാൻ അവർ ഭയപ്പെടുന്നത്. ഇന്നലെ പൃഥ്വിരാജിന്റെ ഒക്കെ നിലപാട് വളരെ വ്യക്തമായിരുന്നു, ശക്തമായിട്ടുള്ള ഒരു നിലപാട്, ജഗദീഷിന്റെ ശക്തമായിട്ടുള്ള നിലപാട്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ് രംഗത്തെത്താൻ പലരും മടിക്കുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നടന്മാരുടെയും ഒക്കെ പേര് വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ ആരോപണം മാത്രമാണ്, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുമോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നലെ പല ആർട്ടിസ്റ്റുകളും മൊഴിയുമായി രംഗത്തെത്തിയപ്പോൾ, ആരോപണവുമായി രംഗത്തെത്തിയപ്പോൾ തോന്നിയത്. കാരണം ഇവരൊക്കെ ഈ പ്രധാന സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ മാധ്യമങ്ങളിലൂടെയും പൊതുവേദിയിലും ഒക്കെ നിലപാട് പ്രഖ്യാപിക്കുന്നവരാണ്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇനിയും ആളുകളുടെ പേരുകൾ പുറത്തു വരുമോ എന്ന ഒരു സംശയം കൂടി ഉറപ്പായിട്ടും ഉണ്ടായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല പ്രമുഖരുടെയും താരരാജാക്കന്മാരുടെ അടക്കം പേരുണ്ടെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. എന്തായാലും ആ റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നാൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി പറയാൻ കഴിയൂ. എന്തായാലും ഓരോ ദിവസവും പേരുകൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ഓരോ താരങ്ങളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ അത് വലിയ രീതിയിലാണ് ഞെട്ടലുണ്ടാക്കുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാന കാര്യം. ഈ താരങ്ങളുടെ പേരുകൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ നടിമാർ, അതും ഈ പറഞ്ഞ 2008, 2009, 2010 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ തുറന്നു പറയാൻ അവർ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിയമപരമായ അതിൽ ചിലരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രതിസന്ധി ആകുന്നത് ഒരു പക്ഷേ ഈ തെളിവുകളുടെ അഭാവം, അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും, അവർക്ക് അവരുടെ ഭാഗം അല്ലെങ്കിൽ അവരനുഭവിച്ച ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നിയമപരമായി എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അന്വേഷണ സംഘത്തിന് നേരത്തെ കൊച്ചിയിലടക്കം ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും കേസുമായൊക്കെ മുന്നോട്ട് പോവുകയും നമ്മുടെ വിജയബാബുവിനെ പോലുള്ളവരൊക്കെ കുറച്ചുനാൾ മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിന്റെയൊക്കെ അവസ്ഥ അവരൊന്നും പിന്നീട് ശിക്ഷിക്കപ്പെട്ടതായോ അത് മുന്നോട്ട് പോയതായോ കണ്ടില്ല, എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മറുവശം കൂടി ഉണ്ടല്ലോ, അല്ലെ? ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമ സമ്മർദ്ദത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു, ഒരുപക്ഷെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ കൂടുതൽ തലങ്ങളിലേക്ക് ഈ കേസുകളൊന്നും പോയ ചരിത്രമില്ലല്ലോ, അല്ലെ? തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു, അതിന് പിന്നാലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തങ്ങൾക്ക് നേരിട്ട അനീതികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിട്ട അതിക്രമത്തെ കുറിച്ചൊക്കെ പറയാനുള്ളൊരു ധൈര്യം
അത് സമ്മതിക്കണം. കാരണം അവർ അനുഭവിച്ച ഒരു വേദന, അവർ ഈ ഒരു ഫീൽഡിൽ നിന്ന്, സിനിമാ ലോകത്ത് നിന്ന് തന്നെ അവരെ പുറത്താക്കി, അല്ലെങ്കിൽ അവരെ പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ കൊണ്ട് പലരും ഇത് പുറത്തു പറയാതെ ഈ ആഗ്രഹം, പാഷൻ പോലും ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവർ അത് തുറന്നു പറയാൻ തയ്യാറായി. അതൊക്കെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷെ ഇവരുടെ കയ്യിൽ നമുക്കറിയാം, ഈ പലപ്പോഴും പല കേസുകളും ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നു. പിന്നീടുള്ള അതിന്റെ ഒരു മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് കോടതിയിലൊക്കെ എത്തുമ്പോൾ ഈ വാക്കാൽ പറയുന്നതിനപ്പുറത്തേക്ക് കോടതിയെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളാണ് ആവശ്യം. ഇപ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ട ആള് നിരപരാധിയാണോ അല്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കണമെങ്കിൽ കോടതിക്ക് മുന്നിൽ തെളിവ് വേണം. പക്ഷേ ഈ ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ അവർ തന്നെ പറയുന്നു തങ്ങളുടെ കയ്യിൽ തെളിവില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. രഞ്ജിത്തിന്റെ ആയിക്കോട്ടെ, ശ്രീലേഖ പറയുന്നു, ജോഷി ജോസഫ് പറയുന്നു തങ്ങളുടെ കയ്യിൽ തെളിവില്ല. കാരണം അന്ന് തന്നോട് മോശമായി രഞ്ജിത്ത് പെരുമാറി എന്ന് ശ്രീലേഖ പറയുന്നു. ആ സമയത്ത് തന്നെ ശ്രീലേഖ അവിടെ വിട്ട് മാറി താമസിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് ആ സിനിമ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. ഇതൊക്കെ അവരുടെ ഭാഗത്ത് നിന്നും അവർ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അവർക്കത് തെളിയിക്കാനുള്ള കയ്യിലെ തെളിവുകൾ അത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും സംശയമാണ്. ഇവർ ഈ ഒരു സംഭവം പറഞ്ഞ ഒപ്പം തന്റെ സുഹൃത്തുക്കൾ, ഈ സംഭവം ഷെയർ ചെയ്ത സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകുമായിരിക്കും. ചിലപ്പോൾ ജോഷി ജോസഫ് KR മീരയോടക്കം ഇക്കാര്യം പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ KR മീര ആയിക്കോട്ടെ ഈ വിഷയത്തിൽ ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ എത്രത്തോളം ആളുകൾ ഇത് കേട്ടറിഞ്ഞ ആളുകൾ ഇത് പ്രതികരിക്കാൻ വരുമെന്ന് ഇപ്പോഴും അറിയില്ല. എങ്കിൽ പോലും കോടതിയുടെ മുന്നിലെത്തുമ്പോൾ അവർക്ക് തെളിവാണ് വേണ്ടത്, കോടതിക്ക് തെളിവാണ് വേണ്ടത്. ആ തെളിവുകൾ ഹാജരാക്കാൻ ഈ ആരോപണം ഉന്നയിച്ച ഈ ആർട്ടിസ്റ്റുകൾക്ക് എത്രമാത്രം കഴിയുമെന്നതാണ് ഇനിയുള്ള ചോദ്യം. മറ്റൊന്ന്, നമുക്കറിയാം വിജയ് ബാബുവിന്റെ കാര്യത്തിലായിക്കോട്ടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒപ്പം ദിലീപിന്റെ കാര്യത്തിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിപ്പോഴും വർഷങ്ങളായി അത് ഇങ്ങനെ കോടതിയിൽ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നീണ്ടു പോവുകയാണ്. അത് കോടതിയുടെ ഒരു പ്രൊസീജിയറാണ്, അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം തെളിവ് കൃത്യമായി ഹാജരാക്കാത്തത് കാരണം പലപ്പോഴും ഈ ആരോപണ വിധേയർ പിന്നെ വീണ്ടും ഈ വിജയ് ബാബു അടക്കമുള്ളവർ സിനിമ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം, അവരെ സിനിമയിൽ നിന്നും വിലക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യമായി തന്നെ തുടരുന്നു. പക്ഷേ കോടതിക്കും പോലീസിനും വേണ്ടത്, നിയമത്തിനും വേണ്ടത് തെളിവുകളാണ്. അത് ഹാജരാക്കാൻ ഈ പെൺകുട്ടികൾക്ക്, ഈ രംഗത്തേക്ക് വന്ന സ്ത്രീകൾക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി, അപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഏറെ വെല്ലുവിളിയാകുന്നത് ഇതെങ്ങനെ തെളിയിക്കും, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണവുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതായിരിക്കും. എന്തായാലും ആദ്യ യോഗം ഇന്ന് ചേരുകയാണ്. മറ്റൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൽക്കാലം അന്വേഷണം ഇല്ല. കാരണം കോടതിയുടെ പരിഗണനയിലാണ്, 10-ാം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പരാതികൾ അന്വേഷിക്കില്ല. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ മിനു മുനീറിന്റെ പരാതി ഉണ്ടാകും. രഞ്ജിത്തിനെതിരെയുള്ള പരാതി ഓൾറെഡി നൽകി കഴിഞ്ഞു, കേസും എടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ മാത്രമായിരിക്കുമല്ല നവമി, അങ്ങനെ ഒരു അത്തരം ഒരു സെറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്നാണ് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരിക്കും യോഗം ചേരുന്നത്. ഇന്നലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയ ഈ പരാതിക്കാരുമായി എല്ലാം ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു. ബംഗാളി നടി ശ്രീലേഖയും ഉൾപ്പെടെ അന്വേഷണ സംഘം ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം. അതിനെ തുടർന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ മുഖേന ഒരു പരാതി നൽകിയത്. ഈ പരാതി നോർത്ത് പോലീസിനാണ് കൈമാറിയത്. കാരണം നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത്, രഞ്ജിത്ത് തനിക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ മോശമായ രീതിയിൽ പെരുമാറി അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ള ഒരു പരാതി, അത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് നോർത്ത് പോലീസിന് ഈ പരാതി കൈമാറിയത്. നോർത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനായിരിക്കും ഈ പരാതി കൈമാറിയത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറി. എന്തായാലും രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം അന്വേഷിക്കുന്നത് പൂങ്കുഴലി ആയിരിക്കും. അവർക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. വരും ദിവസങ്ങളിൽ രഞ്ജിത്തിന്റെ ചോദ്യം ചെയ്യൽ, ഈ ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തൽ, ഒപ്പം ജോഷി ജോസഫിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മിന്നു നൽകിയ പരാതിയാണ്. അത് ഇന്നായിരിക്കും അവർ പരാതി നൽകുക. അവരും പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെയാണ് പരാതി നൽകുന്നത്. അവരെയും ഇന്നലെ അന്വേഷണ സംഘത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ വിളിച്ചു ചോദിച്ചിരുന്നു, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനമെന്ന്.
അങ്ങനെ അവർ ഇന്നലെ തന്നെ മാധ്യമങ്ങളോടും അവർ അത് വെളിപ്പെടുത്തിയതാണ്, താൻ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നത്. എന്തായാലും ബാബുരാജ് ഉൾപ്പെടെ ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ള പരാതി, മുകേഷും ഈ പരാതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്കെതിരെയുള്ള ഒരു പരാതി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട പരാതി കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെയാണ് സംവിധായകൻ വി കെ പ്രകാശിനെതിരെയുള്ള ഒരു പരാതിയുമായി ഒരു യുവ എഴുത്തുകാരി രംഗത്തെത്തിയിരുന്നു. അവരുടെയും പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും കൂടുതൽ പരാതിയുമായി ബാബുരാജ് ആലുവയിലെ വീട്ടിൽ വെച്ച് തന്നെ മുറിയിൽ പൂട്ടിയിട്ട് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതിയുമായി ഇന്നലെ ഒരു ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരുന്നു. അവരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പരാതിയും എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ DIGS അജിത ബീഗം, ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്, കോസ്റ്റൽ പോലീസ് AIG G പൂങ്കടിലി, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ, ക്രമസമാധാന ചുമതലയുള്ള AIG V അജിത്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. ഈ സംഘത്തിലുള്ളവർ തന്നെയായിരിക്കും ഈ പരാതിക്കാരിയായിട്ടുള്ളവരെ നേരിട്ട് വിളിച്ച് പരാതി എഴുതി മേടിച്ചതിന് ശേഷം ഇതിന്റെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോവുക. ആ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇവരുടെ കയ്യിൽ എത്രമാത്രം തെളിവുകളുണ്ട് എന്നാണ്. തെളിവുണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവരുടെ കയ്യിൽ അത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും അതൊക്കെ അന്വേഷണ സംഘത്തിന്റെ കാര്യമാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇന്നും ഒക്കെ നമ്മളെ ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബന്ധപ്പെടുന്നുണ്ട്. തങ്ങൾക്കും ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി, തങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന തരത്തിലുള്ള ചില ഫോൺ കോളുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളും കൂടുതൽ ആളുകളുടെ പ്രതികരണം, ഒപ്പം കൂടുതൽ താരങ്ങളുടെ പ്രതികരണത്തിലേക്കും കടക്കുന്നതായിരിക്കും. തീർച്ചയായും നവമി, എന്തായാലും തെളിവുകളുടെ അഭാവം മൂലം മാത്രം നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കാതിരിക്കാതെ പോകട്ടെ. അതെ, നമ്മളെ മറ്റൊരു പ്രശ്നം ആര്യ, നവമി